ഹായ് സർ. സർ, ഇപ്പോൾ പലരിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണല്ലോ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ നമുക്ക് പറ്റുമോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മൈഗ്രെയിൻ ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ന്യൂറോളജിക്കൽ ഡിസോർഡർ. നിങ്ങൾ ഒ പി കാണുന്ന വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കണ്ടീഷനാണ്. ഇറ്റ്സ് ദ സെക്കൻഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിസബിലിറ്റി വേൾഡ് വൈഡ്. ബാക്ക് കേക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരെ ജോലിയിൽ ലീവ് എടുക്കാൻ റീസൺ ആയിട്ടുള്ളത് മൈഗ്രെയിനാണ്. വളരെ കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ നമ്മുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സിൽ ഒരു 20s-ലും 30s-ലും ഒക്കെയാണ് യൂഷ്വലി മൈഗ്രെയിൻ വരുന്നത്. കോമൺലി ഫീമെയിൽസിനായിരിക്കും. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു, അതായത് പൂർണ്ണമായ ക്യൂർ ഉണ്ടെന്നുള്ളത്. മൈഗ്രെയിൻ്റെ ഘടകങ്ങൾ റീസൺസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അതിനകത്തൊരു ജനറ്റിക് ഘടകം എപ്പോഴും ഉണ്ട്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി പോലെ തന്നെ നമ്മൾ ചിലർക്ക് മൈഗ്രെയിനേഴ്സ് ആയിരിക്കാം. ഈവൻ ഞാൻ തന്നെ ഒരു മൈഗ്രെയിനറാണ്. അപ്പം നമ്മൾ അതിൻ്റെ ട്രിഗർ കണ്ടുപിടിക്കുക. എനിക്കാണെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ, ഒരു സ്ട്രെസ്ഫുൾ ഡേ, ഒരു ഡിഫിക്കൽട്ട് പേഷ്യൻ്റ് വരുമ്പോൾ, അല്ല ചില മണങ്ങളോ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസസ് വരുമ്പോഴോ ഏതെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴോ പ്രഗ്നൻസി സമയത്തോ ആയിരിക്കും. അപ്പോൾ ഈ സ്പെസിഫിക് ട്രിഗേഴ്സ് നമ്മൾ മനസ്സിലാക്കും. ട്രിഗർ മാനേജ്മെൻ്റ് ആണ് മൈഗ്രെയിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല തെറാപ്പി. ഒരു 70% കേസിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അല്ല ട്രിഗർ മാനേജ്മെൻറ്റ് കൊണ്ട് നമുക്ക് നല്ല കൺട്രോൾ കിട്ടും. എന്നാൽ അപൂർവം ചില കണ്ടീഷൻസിൽ ഇങ്ങനെ നിൽക്കാതെ വരുമ്പോൾ ചിലപ്പോൾ മാസത്തിൽ 1-2 ഹെഡ് ഏക്സ് വന്നാൽ നമുക്കത് പാരസെറ്റമോളൊക്കെ കഴിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്നെ പോലെ തന്നെ. അപ്പോൾ എനിക്ക് മാസത്തിൽ 1-2 തവണ മാത്രം വരും, ഞാൻ പാരസെറ്റമോൾ കഴിക്കും. ബാക്കി ദിവസങ്ങൾ ഞാൻ കഴിവതും സമയത്ത് ഫുഡ് കഴിക്കും, സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കും, ഓവർ സ്ട്രെയിൻ ചെയ്യാതെ സ്ക്രീൻ ടൈം കുറയ്ക്കും, സ്ട്രെസ്സ് കുറയ്ക്കാൻ യോഗയോ മെഡിറ്റേഷനോ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മൈഗ്രെയിൻ കൊണ്ടുപോകാം. മൈഗ്രെയിൻ 100% ക്യൂർ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ ഒരു പ്രായം കഴിയുമ്പോൾ പലർക്കും ഇത് ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്.